ജോബിന് രണ്ട് ഹൃദയം ഉണ്ടെങ്കിൽ അതിൽ രണ്ടിലും അമലയാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ചെറുക്കൻ. എന്നെ തൊഴിലുറപ്പുകാരനാക്കി. അമലയെ പറ്റി പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഇത് അവന്റെ ഹൃദയത്തിൽ വെക്കുന്ന പോലെ ഇതും ആ ഹൃദയത്തിൽ വെച്ചേക്കണം. അമല ഇവിടെയാണ്. അമല എന്നെ മോളൂന്നാണ് വിളിക്കുന്നത്. എന്നെക്കാട്ടിലും വലിയ ഫാൻ അച്ചാച്ചൻ എന്നെ വിളിക്കുന്നത്. വഴക്കുണ്ടാക്കും, അതുപോലെ തന്നെ ഞങ്ങൾ സ്നേഹിക്കുകയും ചെയ്യും. സർപ്രൈസ് ഗിഫ്റ്റ് അമലയ്ക്കായിട്ടുണ്ട്. 9 മാസം കണ്ട സ്വപ്നം ഇനി 100 വർഷം കാണട്ടെ. ഹാപ്പി ആയിട്ടിരിക്കും. അങ്ങനെ പത്തനംതിട്ട ജില്ലയുടെ നടുക്ക് തന്നെ നമ്മൾ വന്നിട്ടുണ്ട്. ഈ കോട്ടയം എന്ന് പറയുന്ന രണ്ടെണ്ണം ഉണ്ട്. എവിടെയൊക്കെയാണെന്നറിയോ? ഒന്ന് നമ്മുടെ കോട്ടയം എന്നുള്ള കോട്ടയം, ഒന്ന് നമ്മുടെ വള്ളിക്കോട് കോട്ടയം. അപ്പം നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ വള്ളിക്കോട് കോട്ടയത്താണ് ഇന്നത്തെ നമ്മുടെ വെഡിങ്. മലങ്കര കത്തോലിക്ക കമ്മ്യൂണിറ്റിയിലാണ്, പത്തനംതിട്ട രൂപതയുടെ കീഴിലാണ് നമ്മുടെ ഇന്നത്തെ കല്യാണം നടക്കുന്നത്. നമ്മുടെ തിരുവല്ലയുടെ അധിഭദ്രാസനത്തിന് മെത്രാൻ അഭിവന്ദനായ കോർലോസ് തിരുമേനിയാണ് ഇന്നത്തെ കല്യാണം ആസ്വദിച്ച് നടത്തുന്നത്. ഞാനൊരു മലങ്കരക്കാരനാണ്. അപ്പോൾ ഇന്നത്തെ കല്യാണം അവരോടൊപ്പം എല്ലാവരും കാണണം. നമ്മുടെ വീഡിയോ യൂട്യൂബിൽ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 6:30 വരും. ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഉണ്ടാവും. പിന്നെ എല്ലാ ദിവസവും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഡെയിലി ഷൂട്ടിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെ അപ്ഡേറ്റ്സ് ഉണ്ടാവും. ഈ 3 പ്ലാറ്റ്ഫോമിലും കഴിയുന്നത്ര ആൾക്കാർ പോയി കാണുക. ഇപ്പോഴത്തെ സന്തോഷം എന്ന് വെച്ചാൽ എല്ലാവരും നമ്മുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നു. ഓരോ ദിവസവും കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളിലേക്ക് വരുന്നു, നമ്മുടെ വീഡിയോയെ കുറിച്ച് പറയുന്നു. ഒത്തിരി സന്തോഷമാണ്. കല്യാണ ദിവസം നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ഏറ്റവും മനോഹരമായ നിമിഷം ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്നത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഞങ്ങളിപ്പം ജോബിന്റെ വീട്ടിലേക്ക് പോകുന്ന സ്ഥലമാണ് കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് അകത്ത് കട്ട് ചെയ്ത് പോവാണേ. നല്ല രസമാണ് കേട്ടോ. എന്ത് പച്ചപ്പാണ് ശരിക്കും. ഇത് UK-യിലും കാനഡയിലും ഓസ്ട്രേലിയയിലും US-ലും ഒക്കെ ഇരുന്ന് കാണുന്ന ആൾക്കാർക്ക് ഒരുപാട് മിസ് ചെയ്യും നമ്മുടെ നാട്. ദേ വാഴ, കൊല, മുരിങ്ങ, ഒരു കൊല തൂങ്ങി റോഡിലോട്ട് കിടക്കുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇങ്ങനെയൊക്കെ മാവുണ്ട്, ഓമ, പപ്പായ എന്ന് പറയും. എന്ത് തണുപ്പാ, എന്ത് പീസ്ഫുൾ ആണ് ഈ നാട്. ചെറിയൊരു ജംഗ്ഷൻ ആണ് കേട്ടോ. ഞാനൊരു മാസം UK പോയപ്പോൾ കുറേ ഫാമിലി പറഞ്ഞു, നിങ്ങളുടെ വീഡിയോ കാണുമ്പോഴേ നമ്മുടെ നാടിനെ കുറിച്ച് നല്ലൊരു ഫീൽ കിട്ടും. കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നായിരുന്നു, ഇനി വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് സ്ഥലങ്ങളും നാടും പച്ചിപ്പും ഒക്കെ കാണിക്കണമെന്ന് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ എടുത്തത്. നിങ്ങൾക്ക് ബോറടിക്കുവാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ബോറടിക്കത്തില്ലെങ്കിൽ മുഴുവനും ഇരുന്ന് കാണണേ. ഇത് ഞങ്ങൾ വേറെ റോഡിലൊന്ന് കയറി. റൈറ്റ് സൈഡും ഫുള്ള് റബ്ബറാണ്. ഇങ്ങനെ റോഡിലേക്ക് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നല്ല തണുപ്പുണ്ട് ഗൈസ്. തേനും തേനീച്ച കോളനികളും ഇവിടെ ലഭിക്കും. ഫോൺ നമ്പർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഇതാണ് നമ്മുടെ വീട്. ഈ വളവ് തിരിഞ്ഞ് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അടിപൊളി, നല്ല സ്ഥലമാണ്, നല്ല ലൈറ്റ്. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്. ആളുടെ പേരെന്തോ? നാളെ സ്ഥലത്തോ? ചുങ്കപ്പാറ. ജോബിന് ഇവിടെ പെങ്ങളാവുള്ളൂ അല്ലേ? അതെ. അമ്മയുടെ ഒരു ഷേപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ വീഡിയോസ് കാണുന്നുണ്ട്. എന്നെക്കാട്ടിലും വലിയ ഫാമിലിയാ. നേരത്തെ തൊട്ട് നമുക്കറിയാം. പിന്നെ നമ്മളെല്ലാം ഇത് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. റൈറ്റ് സൈഡിൽ ലുക്ക് ചെയ്തേ. വെരി ഗുഡ്. തിരിച്ചേ. നൈസ് ഡിയർ. ല്ലേ അങ്ങനെ നിന്നേ നോക്കി. ഓക്കെ. അമലയെ കുറിച്ച് പറയുമ്പോൾ എന്താ പ്രഷ്യസ്? അമലയെ പറ്റി പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. നന്നായിട്ട് കെയർ ചെയ്യും. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആണ്. ഇവർ തമ്മിൽ ഭയങ്കര ബോണ്ടിങ്. ഒരു ദിവസം 4 നേരം വഴക്കുണ്ടാക്കും, അതുപോലെ തന്നെ ഞങ്ങൾ സ്നേഹിക്കുകയും ചെയ്യും. ഇത്ര നാൾ സംസാരിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള എന്തിനെ കുറിച്ച്? അമലയുടെ മമ്മിയെ പറ്റി. ആൾക്ക് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. ആൾക്ക് ഞാൻ ഇങ്ങനെ ആവണം, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കണം. അച്ചാച്ചൻ എന്നെ വിളിക്കണം. അമല എന്നെ മോളൂന്നാണ് വിളിക്കുന്നത്. മോളൂന്നാ വീട്ടിലും പപ്പയും വിളിക്കണം. ഞങ്ങൾ തമ്മിൽ എല്ലാം വെരി ഓപ്പൺ ആണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയേക്കുന്നത് പുള്ളിക്കാരി ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. നല്ല ഫുഡ് കഴിക്കണം, ഹെൽത്തി ആയിട്ടിരിക്കണം. അപ്പോൾ എന്നോട് എപ്പോഴും പറയും കെയർ ആയിരിക്കണം. ഞാൻ അത്യാവശ്യം നന്നായിട്ട് സ്പെൻഡ് ചെയ്യും. പുള്ളി നേരെ ഓപ്പോസിറ്റ്. അതിനെപ്പറ്റി നിങ്ങൾ തമ്മിൽ ആഫ്റ്റർ മാരേജിന് ശേഷമുള്ള ഒരു ഡ്രീം ഉണ്ട്. ഫസ്റ്റ് ഞങ്ങൾക്ക് ട്രാവൽ. ഞങ്ങളുടെ ഹണിമൂൺ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് പാരീസാ. അബൌട്ട് യുവർ പേരൻസ്? പപ്പ, മമ്മി, സിസ്റ്റർ സാധാരണപ്പെട്ട ആൾക്കാരാണ്. ഒത്തിരി അങ്ങനെ സംസാരിക്കില്ല. എനിക്ക് എപ്പോഴും എൻ്റെ പേരൻസ് ലെഫ്റ്റും റൈറ്റും പോലെയാണ്. റൈറ്റ് ഇരിക്കുന്ന സാധനത്തിന് ഇന്നിച്ചിരി മാറ്റണം കേട്ടോ. അവിടെ അമല അങ്ങോട്ട്. അമല ഇവിടെയാണ്. അമലയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താ? ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അമലയ്ക്കായിട്ടുണ്ട്. ബ്രൈഡ്സിനാണ് കയ്യിൽ പിടിക്കാൻ ബൊക്കെയുണ്ട്, ഗ്രൂമിനാണ് ഒന്നുമില്ല. നമ്മുടെ കല്യാണ ചെക്കനൊരു തൂമ്പ കൊടുത്താൽ എങ്ങനെ ഇരിക്കുന്നു? എന്നെ തൊഴിലുറപ്പുകാരനാക്കി. ഞാൻ വയറിലാവോ? വയറിലാകത്തില്ലല്ലോ, എയറിലാവും. തറയിലോട്ട് വെട്ടാൻ വന്ന്. യെസ്, ഇതാണ് ചെറുക്കൻ. റെഡി. കണക്ക് കൂട്ടാൻ മാത്രമല്ല, പറമ്പിൽ പണിയാനും ഈ ജോബിനറിയും. മമ്മി അങ്ങനെ മോനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു? അങ്ങനെ പറയത്തില്ല അല്ലേ? ജോബിന്റെ പപ്പ, മമ്മി, അനിയത്തി, ഈ 3 പേരാണ് കേട്ടോ. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഒത്തിരി സന്തോഷമാണ് ഫാമിലിയിലേക്ക് ചെല്ലാൻ. ജോബിനാണ് ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ജോബിനോടൊക്കെ നമുക്ക് ഭയങ്കര റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ തോന്നും കേട്ടോ. അമ്മയെ കുറിച്ച് ഒന്ന് ഓർത്ത് നോക്കി. അമ്മ വളർത്തിയതും കൊണ്ട് നടന്നതും പാട്ട് പാടി തന്നതും വാരി തന്നതൊക്കെ ആലോചിച്ച് നോക്കി. ഒന്ന് കെട്ടിപ്പിടിച്ചോ.
ഇന്നലെ കണ്ട ഗൗരവമാണോ ഇന്നും നോക്കിയല്ല ആങ്ങളുടെ ബോയ് ഒന്ന് കറക്റ്റ് ചെയ്ത് തിരിച്ചോട്ട് നോക്കി അവന്റെ മുഖത്തോട് നോക്കിയോണ്ട് കല്യാണച്ചക്കനെ നോക്കി ചിരിക്കൂന്നാ പറയുന്നത്. ജോബിന്റെ സിസ്റ്ററാണ്, ഭയങ്കര ഷൈ ആയിട്ട് ഇരിക്കുകയാണ്. ഇത് എന്റെ മമ്മിയുടെ ബ്രദർ, മമ്മിയുടെ ചേട്ടത്തിയാണ്, വലിയമ്മയാണ്. ഇത് വലിയപ്പ, ഇത് വലിയമ്മയുടെ മരുമകൾ, മൂത്ത മോന്റെ വൈഫാണ്. ഇത് വലിയമ്മയുടെ കൊച്ചുമോള്. ഇത് എന്റെ മൂത്ത അമ്മാച്ചനാണ്. ഇത് അമ്മാവി. ഇതെന്റെ കസിൻ അമ്മാച്ചന്റെ മകൻ മനു. ഇത് മരിയ. ഇത് ചേച്ചിയുടെ 2 മക്കൾ. ആരൊക്കെ ഇതിനകത്തില്? നല്ല ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കണമെന്നൊക്കെ അവൻ പറഞ്ഞു. നേരാണോ? ഭയങ്കര വിലയുള്ള സാധനമാണ്. ഞാൻ പാരീസ് യാത്ര ചെയ്തപ്പോൾ കൊണ്ടുവന്നതാണ്. ഏകദേശം 600 യൂറോ വിലയുള്ള സംഭവം. സൂക്ഷിച്ചു വെക്കണം കേട്ടോ. ഇത് അവന്റെ ഹൃദയത്തിൽ വെക്കുന്ന പോലെ ഇതും ആ ഹൃദയത്തിൽ വെച്ചേക്കണം കേട്ടോ, മറക്കല്ല. ടോക്ക് അബൌട്ട് യുവർ അച്ചാച്ചൻ. ഇങ്ങനെ പള്ളിയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ എങ്ങനെയുണ്ട് ഈ രസമല്ലേ? കൂട്ടുകാരികൾക്ക് എന്താ പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. കല്യാണം നടത്തിയത് മലങ്കര കത്തോലിക്ക സഭയിലെ തിരുവല്ല അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് അഭിവന്ദനായ തോമസ് മാർ കൂർലോസ് തിരുമേനിയാണ് കേട്ടോ. ബി ഓഡിയോസിന്റെ അടിപൊളി സോങ്സ് ആയിരുന്നു കേട്ടോ. തിരുമേനി നടത്തുന്ന കല്യാണത്തിന് പങ്കെടുത്താലേ നമുക്കറിയാം ഒരുപാട് ബഹളങ്ങളൊന്നും ഇല്ലാതെ വളരെ സൈലന്റ് ആയിട്ട് നമുക്ക് ആത്മീയതയോട് ശ്രമിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ കല്യാണത്തിന്റെ ഒക്കെ ചടങ്ങുകൾ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹാളിലേക്ക് പോവുകയാണ്. റിസപ്ഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരുപാട് തിരക്കും ബഹളവും ഒരുപാട് ആളുകളൊക്കെ വന്ന് പെട്ടെന്ന് പോകാനുള്ള ഒരു സമയമായിരിക്കും കേട്ടോ. പക്ഷെ ആ സമയത്തെയൊക്കെ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഒരു MC-ക്ക് തീർച്ചയായിട്ടും കഴിയും കേട്ടോ. അത്തരത്തിലൊരു കുട്ടിയാണ് ഇത് നിങ്ങൾ ഈ കാണുന്നത്. നവദമ്പതികൾ പരസ്പരം പാനീയം പങ്കുവെക്കുന്നു, ഇവിടെ ദീപം തെളിയിക്കുന്നു. നവദമ്പതികൾ ഒരുമിച്ച് ചേർന്ന് അവരുടെ ജീവിതത്തിലെ ആദ്യ മധുരം ഇപ്പോൾ പങ്കുവെക്കുകയാണ്. ജോബിൻ ഫേസ്ബുക്കിൽ നമ്മുടെ ഫോട്ടോ കണ്ടു തുടങ്ങി ഇഷ്ടമാണ് കേട്ടോ. കുറേ വർഷങ്ങളായിട്ട് നമ്മളെ ഫോളോ ചെയ്ത് കല്യാണം വരുമ്പോൾ എന്നെ വിളിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ജോബിൻ. അമല നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന നമ്മുടെ വ്ളോഗും ഷോർട്സും കണ്ടാണ് നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെട്ടത് കേട്ടോ. കൊച്ചുമോടെ ഒരു ഷേപ്പ് ഉണ്ട് ഇങ്ങനെ, കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞേ? കൊച്ചുമോളെ കുറിച്ച് എന്താ അമ്മച്ചിക്ക് കുഞ്ഞുനാളത്തെ ഓർമ്മയുണ്ടോ? ബെൽജിയത്തിൽ നിന്ന് വന്ന അമ്മച്ചിക്ക് എന്താ കൊടുത്തത്? അപ്പ എന്താ വിളിക്കുന്നത്? മോള്. അത് കൊള്ളാലോ ചോയ്പ്പ്. ഇവിടെ വാ, ഇവിടെ ഒന്ന് കറങ്ങാൻ നോക്കിയാ ചിലപ്പോ ആരാ കറങ്ങുന്നത് അറിയാം. നേരെ ബാക്ക് വന്നു, ലെഗ് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇപ്പോൾ കൈ രണ്ടും ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് കൈയുടെ മുട്ട് താടി കൊണ്ട് താടി താനിച്ചോട് വരുത്തി. എല്ലാവരും മുഖത്തോട്ട് ജസ്റ്റ് ഒന്ന് നോക്കി, ഇനി ഒന്ന് ഹഗ് ചെയ്ത് എല്ലാവരും ഒന്ന് കൈയടിച്ചേ. 2 സൈഡും ഇനി മോളെ കൂടെ 2 സൈഡും. ഇനി മോളെ കൈ പിടിച്ച് ഇവിടുത്തെ അമ്മ ഏൽപ്പിക്കാമേ. പിടിച്ചു കൊടുത്തു, ആദ്യം ഒരു ഉമ്മ കൊടുത്ത് അങ്ങ് സ്വീകരിച്ചു. ആദ്യം ഇതാണ് നിങ്ങളുടെ ലോകം. താങ്ക് യു ഒന്നും വേണ്ട, നല്ല കാര്യം. താങ്ക് യു പറഞ്ഞതിൽ ഒരുപാട് താങ്ക് യു. ഒരുപാട് സന്തോഷം. ജോബിന്റെയും അമലയുടെയും കൂടെ. ജോബിന് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് അമല. അമലയ്ക്ക് അതിലും കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ് ജോബിൻ. ജോബിന് 2 ഹൃദയം ഉണ്ടെങ്കിൽ അതിൽ 2ലും അമലയാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2 ഹൃദയം ഉണ്ടെങ്കിൽ 9 മാസം കണ്ട സ്വപ്നം ഇനി 100 വർഷം കാണട്ടെ. ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ ബ്രദർ. ഓക്കെ, ഗോഡ് ബ്ലസ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ. ഓക്കെ, താങ്ക് യു. അപ്പം കാണാം.